ഈ ജനുവരി ആയി കഴിഞ്ഞാലേ വല്ലാത്തൊരു ത്വരയാ. എന്തിനാ? മുടി വെട്ടിക്കളയാൻ. മുടി വെട്ടിക്കളഞ്ഞാൽ ആ ത്വര മാറും. പിന്നെ ഒരു വർഷത്തേക്ക് എൻ്റെ മുടി കത്രിക കാണാറേ ഇല്ല. അങ്ങനെ വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഒരു പ്രതിഭാസത്തിനാണ് നിങ്ങൾ ഇന്ന് സാക്ഷിയാവാൻ പോകുന്നത്. കറക്റ്റ് ഒരു വർഷം മുന്നെയാണ് ഞാൻ എൻ്റെ ഹെയർ ഇത്രയ്ക്കും ഷോൾഡർ ലെങ്ത്തിൽ ഷോർട്ടാക്കിയത്. പക്ഷേ ഇത്തവണ ഞാൻ ഇത്ര ഷോർട്ടാക്കുന്നില്ല. ഇപ്പോൾ ഉള്ള ലെങ്ത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ വർഷം എനിക്ക് ഹെയർ ബോയ് ഒക്കെ വെച്ചിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് ഇഷ്ടം. സോ നമ്മൾ പോകുന്നത് അത്ര ദൂരേക്കുള്ള സ്ഥലത്തൊന്നുമല്ല. നമ്മളുടെ അപ്പാർട്ട്മെൻറ്റ് തൊട്ട് താഴെയാണ്. ദേ ആ കാണുന്ന ആ ഡോറും കൂടെ ഇല്ലേ, അതുകൂടെ തുറന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ നമ്മളുടെ സലൂൺ എത്തി. നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ നിൽക്കുന്ന ഒരു ചേച്ചിയുടെ സലൂണാണ്. ഒരു ഉച്ചര നേരത്ത് എത്തിയതുകൊണ്ട് തന്നെ വേറെ ആരുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് നമ്മളുടെ പണിയെല്ലാം കഴിഞ്ഞു. എൻ്റെ ലാംഗ്വേജ് അവർക്കും അവരുടെ ലാംഗ്വേജ് എനിക്കും അറിയാത്തതുകൊണ്ട് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമില്ല. ഒരു റെഫറൻസ് പിക്ക് കാണിക്കും, അതുപോലെ ആ ചേച്ചി ചെയ്തു തരും. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ട്രഡീഷണൽ ലുക്കിൽ നിന്ന് മാറണം, കുറച്ച് മോഡേൺ ആവണം, ഒരു വെസ്റ്റേൺ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ലുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റേണ്ടത് നിങ്ങളുടെ ഡ്രസ്സിങ്ങോ ആക്സസറീസോ ഒന്നുമല്ല. അതാദ്യം തുടങ്ങുന്നത് നമ്മുടെ ഹെയർ എന്നാണ്. അപ്പം അങ്ങനെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് നിങ്ങളുടെ ഹെയർ കട്ടൊന്ന് മാറ്റി, ഒരു ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റി നോക്കാം. ഇപ്പോൾ ലെങ്ത്ത് വല്ലാതെ കുറയ്ക്കാൻ ആഗ്രഹമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ലെങ്ത്ത് കുറയ്ക്കാതെ ഫേസ് ഫ്രെയിമിങ് ലെയേഴ്സ് മാത്രമായിട്ട് ചെയ്യാം. ഇന്ന് ഞാൻ അതുപോലത്തെ ഒരു ഹെയർ കട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതുമാത്രമല്ല, നമ്മളുടെ പ്രായം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ കഴിവുള്ള സാധനമാണ് ഈ ഹെയർ എന്ന് പറയുന്നത്. സോ നമുക്ക് കുറച്ച് യങ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഹെയർ കട്ടും കൂടെ ചൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഹെയർ കട്ട് വ്ളോഗ്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ലെങ്ത്ത് ഞാൻ ഒട്ടും കുറച്ചിട്ടില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.